Welcome back to Dine with Ann. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ പെപ്പർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ അതിനു വേണ്ടിയിട്ട് ഇവിടെ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു കൊണ്ടുവരാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇതെന്റെ മദർ ഇൻ ലോയുടെ റെസിപ്പിയാണ്. ഞങ്ങളുടെ വീട്ടില് ഒക്കേഷൻസിന്, അതായത് ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്കിനി മട്ടൺ ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് അവസാനം ഒരുപാട് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി എത്രയും കൂടുതൽ ചേർക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. സവാള എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സാക്ട് ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ കഴിവതും ചുവന്നുള്ളി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറു തീയിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് മാത്രമാണ് ചേർക്കുന്നത്. വേറെ പച്ചമുളകോ മുളക് പൊടിയോ വേറെ മസാലയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ കുരുമുളകാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. കുരുമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ അതിലെ ജ്യൂസോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാലയൊക്കെ മട്ടണിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. ഇനി നമ്മളിത് ചെറു തീയിലിട്ടിട്ടാണ് വരട്ടിയെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇടാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ചെറു തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇതുപോലെ നല്ലൊരു കറുത്ത കളറായിട്ട് വരുന്നത് വരെ നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കണം. എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഒരുപാട് സമയം ഇട്ട് വരട്ടുന്നത് കൊണ്ടാണ് ആദ്യമേ തന്നെ ഒരുപാട് വെന്ത് ഉടച്ചു പോകരുത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ വരട്ടിയെടുക്കുമ്പോൾ എന്തെങ്കിലും വേവ് കുറവുണ്ടെങ്കിൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ പെപ്പർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ചോറ്, ചപ്പാത്തി, ഗീ റൈസ് ഇതിന്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.